ഭൂമിയോളം താഴാം. അതിലും താഴേക്ക് പോവാൻ വയ്യ. അഭിമാനം എന്ന് പറയുന്നതേ എനിക്കുണ്ട്. ഭർത്താവ് ഒരു പെണ്ണുമൊത്ത് വീട് വിട്ട് നിൽക്കാന്നറിഞ്ഞിട്ടും ഞാൻ പിടിച്ചു നിൽക്ക. ഇപ്പൊ മുൻപായിരുന്നെങ്കിൽ ഞാൻ ബോധം കെട്ട് വീണേനെ. ചിലപ്പോ ആത്മഹത്യ തന്നെ ചെയ്തേനെ. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു. മറ്റാർക്കും എന്നെ വേണ്ടെങ്കിലും എനിക്കെന്നെ വേണം. എന്തായാലും ഞാൻ നന്ദുനെ കണ്ടുപിടിക്കും. ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ഇവിടെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് സമാധാനം പറയിപ്പിക്കും. പ്രഭ, പ്ലീസ്. അറിയാലോ, പല ഇഷ്യൂസിന്റെ നടുവിലാ ദേവിക. ദേവിക മാത്രമല്ല, ഞാനും താനും ഒക്കെ വലിയ പ്രശ്നത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മോന നമുക്ക് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ എവിടെ ഉണ്ടെന്ന് അറിയില്ലെന്നല്ലേ താൻ പറഞ്ഞത്? അത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ ആ ഫയൽ, അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണോ? ചിലപ്പോ ഇന്നുകൊണ്ട് ദേവികയുടെ MLA സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. പ്രഭ, പ്ലീസ് ഒന്ന് പറ. ഞാൻ വേണേ കാല് പിടിക്കാം. സിദ്ധു, എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം ഇക്കാര്യത്തില് എനിക്കൊന്നും പറയാനില്ല. അറിയാത്ത കാര്യം അറിഞ്ഞു എന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, ഇനിയും ചോദിച്ചിട്ട് കാര്യമില്ല, പറയില്ല. ദൈവം എന്നത് സത്യമാണെങ്കിൽ എന്റെ ദുഃഖം കാണും. ഇന്ന് മീറ്റിംഗിന് മുൻപ് എന്തെങ്കിലും അത്ഭുതം നടക്കും. ആ ഫയല് എന്റെ കയ്യിൽ കിട്ടും. ഫയൽ ഇന്ന് കിട്ടുന്നില്ലെങ്കിൽ MLA സ്ഥാനം ഞാൻ രാജിവെക്കും. ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു അച്ഛാ. ഒരു ഫയൽ സൂക്ഷിക്കാൻ സാധിക്കാത്ത ആൾക്ക് MLA ആയിരിക്കാൻ യോഗ്യതയില്ല.